കുട്ടികളിലെ ആക്രമണ വാസന എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇതിനൊരു കാരണമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഒരു കാരണം മാത്രമേ ആവുന്നുള്ളൂ. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ മൈനറാണ് എന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രം അവർ ശിക്ഷിക്കപ്പെടാതെ പോവുകയാണ്. അത് മാത്രമല്ല, പ്രതിയുടെ പേര് പോലും പുറം ലോകം അറിയുന്നുമില്ല. ഈ നിയമം കുട്ടികൾ പരമാവധി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതേക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു പഠനം തന്നെ അത്യാവശ്യമാണ്. വൈരാഗ്യം തോന്നുന്നവരെ കുത്തിക്കൊല്ലാനും അധ്യാപകരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താനും എന്ന് വേണ്ട നാടിന് ശാപമായ ഗുണ്ടകൾ എങ്ങനെയാണോ അങ്ങനെയായി തീർന്നിരിക്കുകയാണ് പല കുട്ടികളും. സത്യം പറഞ്ഞാൽ ഇവരെയൊന്നും കുട്ടികൾ എന്ന് പറയാൻ തന്നെ മനസ്സ് അനുവദിക്കുന്നില്ല. കുട്ടികളുടെ ശരീരവും എന്നാൽ മുതിർന്ന ചിന്തയുമായി നടക്കുന്ന ഇത്തരം കുട്ടികളെ ഉണ്ടല്ലോ, അവർ ചെയ്യുന്ന തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ വേണം കൊടുക്കാൻ. അങ്ങനെ ഒരു നിയമം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ കുട്ടികൾ അവരെ നമുക്ക് നിലവിലുള്ള ഈ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ വല്ലാത്തൊരു സാമൂഹ്യ വിപത്തായി മാറുകയാണ് ഈ കുട്ടികൾ. ഇതിനെ നമ്മളങ്ങനെ നിസ്സാരമായിട്ട് കുട്ടികളാണെന്നോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമാണെന്നോ കരുതി നമുക്ക് ഇത് ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നു. കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഇവര് ഗുണ്ടകളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവത്തിലേക്കാണ് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തന്നെയല്ല, ഈ പ്രതികളുടെ വിവരങ്ങളും പുറത്തുവിടണം. എങ്കിലേ ഇത്തരം സംഭാവനകളൊക്കെ സമൂഹത്തിന് നൽകിയ മാതാപിതാക്കൾക്കും ഒരു പാഠമാകുള്ളൂ. പഴമക്കാർ പറയും, ചൊല്ലും ചോറും കൊടുത്തു വേണം വളർത്താൻ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭക്ഷണത്തോടൊപ്പം അറിവ് എന്ന് വെച്ചാൽ തിരിച്ചറിവുകൾ, നല്ലതും ചിത്തയുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു വേണം വളർത്താൻ. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത്. ആദ്യ പാഠം വീട്ടിൽ നിന്നാണ്. നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന ഒരു കുട്ടിയും ക്രിമിനലോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മയക്കുമരുന്നിന് അടിമയൊന്നും ആകുന്നില്ല. നിങ്ങൾ കുടുംബത്തിലെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ കുട്ടികളെ കൂടി അതിൽ പങ്കാളികളാക്കുക. തങ്ങളെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് എന്നൊരു ബോധ്യം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. കാരണം അവർക്കൊരു വിലയുണ്ട്, അവർക്ക് സമൂഹം അല്ലെങ്കിൽ വീട് ഒരു വില കൽപ്പിക്കുന്നുണ്ട് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ 10 മടങ്ങ് നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ മനസ്സിലേക്ക് നിങ്ങളെ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്, നിങ്ങൾ നിസ്സാരക്കാരൊന്നും അല്ല, നിങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെയാണ് എന്നൊരു ബോധ്യം അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ചോദ്യങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒക്കെ നമ്മൾ വ്യക്തമായ ഉത്തരവും നൽകണം. പിന്നെ സ്ഥിരം വീട്ടിൽ കിടന്ന് വഴക്ക് കൂടുന്ന മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മക്കള് ഏതെങ്കിലും രീതിയിൽ വൈകല്യമുള്ള സ്വഭാവത്തിന് ഉടമകളായിരിക്കും. ഉറപ്പാത്. കാരണം ഏത് വഴക്കും ബഹളവും ഉള്ള കുടുംബത്തിലെ കുട്ടികളെ എടുത്തു അവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാനസികമായിട്ട് എന്തെങ്കിലും വൈകല്യമുള്ളൊരു സ്വഭാവത്തിന് ഉടമകളായിരിക്കാനേ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് എല്ലാം തന്നെ കണ്ടുവരുന്നത്. ഇങ്ങനെ സമൂഹത്തിന് ബാധ്യതയാകുന്ന 99% കുട്ടികളുടെയും കുടുംബ പശ്ചാത്തലം അവർക്ക് അരക്ഷിതാവസ്ഥ നൽകുന്നതായിരിക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛന് പറഞ്ഞു തരുമായിരുന്നു, ഓരോ കാര്യങ്ങളും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, സഹജീവികളോട് സ്നേഹം വേണം, അതുപോലെ നമ്മുടെ സത്യം കെടുത്തിയാൽ കെടില്ല, അതിങ്ങനെ തെളിഞ്ഞു തന്നെ നിൽക്കും. അങ്ങനെ ഒരുപാട് മൊഴിമുത്തുകൾ എന്ന് തന്നെ പറയാവുന്ന പല കാര്യങ്ങളും പറഞ്ഞു തന്നു. അങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്ന വാക്കുകളുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ വളരെ എന്തുമാത്രം എഫക്റ്റ് ചെയ്യുമെന്നറിയോ. അത് നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കുന്ന ചില ചെറിയ മൊഴിമുത്തുകൾ പോലും അവരുടെ ജീവിതത്തെ വളരെ ഉന്നതിയിലേക്ക് നയിക്കാനും അവരുടെ ജീവിതം മാറ്റിമറിച്ച് അവരെ ഒരു നല്ല ഒരു വ്യക്തിയാക്കി മാറ്റാനും പലപ്പോഴും സാധിക്കും. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ
അത് നിങ്ങളൊരു കാര്യം ചെയ്യുക, സഹജീവികളോട് സ്നേഹം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വേണം കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ. നിങ്ങളുടെ ചോറ് കൊണ്ട് അവരുടെ ശരീരം വളരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മൊഴിമുത്തുകളായ ചൊല്ലുകൾ കൊണ്ട് അവരുടെ മനസ്സും ബുദ്ധിയും ഒക്കെ നന്നായിട്ടങ്ങ് തെളിയട്ടെ. അത് മാനം മുട്ടെ വളരട്ടെ. അങ്ങനെ വളരുന്ന കുട്ടികൾ, ഇങ്ങനെ ഈ വളർന്നു വരുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, വളരെ ബുദ്ധിപൂർവം വേണം, ആലോചിച്ച് വേണം അവരുടെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇടപെടാൻ. എന്നാൽ നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. അതായത് കുട്ടികൾ ഒരിടത്ത്, കാരണന്മാർ മറ്റൊരിടത്ത്, മനസ്സുകൊണ്ട് ഒരു അകലവും ഉണ്ടാകാൻ പാടില്ല. ശരീരം കൊണ്ട് നിങ്ങൾ അകലെയാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് നല്ല അടുത്ത് തന്നെ ആയിരിക്കണം വീട്ടിലെ എല്ലാവരും തന്നെ. അങ്ങനെ അങ്ങനെ തന്നെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. സ്നേഹം കൊണ്ടും നല്ല ഉപദേശങ്ങൾ കൊണ്ടും മക്കളെ കുടുംബത്തോടൊപ്പം ചേർത്ത് നിർത്തുക. നിങ്ങളുടെ മക്കൾ കാരണം ഒരമ്മയും കരയാതിരിക്കട്ടെ.